ഞങ്ങൾ ഒരുപാട് മസിൽ പിടിച്ചാണ് ഈ സിനിമയുടെ സീരിയസ്നെസ്സിനോട് നീതി പുലർത്തിയത്. അതെ അല്ല, അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ ഞാൻ മാധ്യമപ്രവർത്തകരെ കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നോ? അവരുടെ ഒരു സ്റ്റൈല് പിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും? റാൻഡംലി കുറേ ആൾക്കാരെ ഇങ്ങനെ നോക്കുള്ളൂ, അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. നോക്കിയതൊക്കെ തന്നെ വന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, അപ്പം ആ സമയത്താണ് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ വരിക. കനകൂലുവാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കനകൂലം ഒന്നും സജീവമല്ലല്ലോ. അപ്പോൾ കനകൂലം കഴിഞ്ഞ 5 വർഷമായിട്ടായിട്ടുള്ളൂ. പുള്ളിയുടെ നായികന്മാരെല്ലാം വളരെ ട്രെൻഡിങ് ആയി മാറുകയും പിന്നീട് വളരെയധികം അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഞാൻ ആ ട്രാക്ക് എടുത്തായിരുന്നു. ഓക്കെ, ബി ഉണ്ണികൃഷ്ണൻ ചിത്രം പ്രതിച്ഛായയുടെ വിശേഷങ്ങളുമായി ഷറഫുദ്ദീൻ, വിഷ്ണു അഗസ്ത്യ, സബിത ആനന്ദ്, നീതു കൃഷ്ണ എന്നിവരാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത്. ഈ പ്രതിച്ഛായയാണ് ഏറ്റവും പുതിയ വിശേഷം. ഈ ചിത്രം ഇതിൽ അഭിനയിച്ച ആരുടെ പ്രതിച്ഛായയാകും മാറ്റുക? ഒരു ഇമേജ് ആർക്കും വേണമെങ്കിലും സിനിമയിലെ ആക്ടേഴ്സിന്റെ ആണോ അതോ വേറെ എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് നമുക്ക് ഈ സിനിമ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മളിപ്പോ ഇതിനു മുമ്പും രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമുക്കിത് ചിലപ്പോൾ ആരെങ്കിലേക്ക് ഒന്ന് കണക്ട് ആവുമല്ലോ, ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയൊക്കെ കണക്ട് ആവുമല്ലോ. അത്തരത്തിൽ നോക്കുമ്പോൾ ചില ആൾക്കാർ നമുക്ക് കണക്ട് ആവുകയും വേണമെങ്കിൽ അവരെ കുറിച്ചുള്ള ഇമേജിലൊരു അവരുടെ ഇമേജിൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യത്തിന്റെ പ്രഥമമായ ഉത്തരം. പെർഫോമൻസ് വെച്ചിട്ട് ഇതിലെ ആരുടെ ആയിരിക്കും ഒരു ഇമേജ് പൊളിച്ചിടുന്ന പോലത്തെ പെർഫോമൻസ് ഉണ്ടാവുക? അത് ഇറങ്ങിയാലേ പറയാം, ആൾക്കാരല്ലേ. അതെ, എല്ലാവരും കണ്ടിട്ടൊക്കെ പറയട്ടെ. ഓക്കെ, ഇപ്പം ഷറഫുദ്ദീന് വരത്തനിലൊരു റൂറൽ വില്ലനായി എത്തി, അത് കഴിഞ്ഞ് പടക്കളം വന്നു. ഇതിലൊരു കോർപ്പറേറ്റ് വില്ലന്റെ വേഷത്തിലാണോ? അങ്ങനെ വില്ലൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം. നെഗറ്റീവും ഇല്ല, അതാണ് അതിന്റെ റിയാലിറ്റി. അതാണ് സസ്പെൻസ്. അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് ഉണ്ണി സാറ് തന്നെ പറഞ്ഞ ഡയലോഗാണ്. പിന്നെ ഞാൻ നെഗറ്റീവ് വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്നതാകും. അപ്പം പിന്നെ ഇതൊരു ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അത് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വില്ലനല്ലല്ലോ, നെഗറ്റീവും അല്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയാവുന്ന അവസ്ഥ. ഓക്കെ, നന്നായിട്ട് ഉത്തരം പറഞ്ഞു അല്ലേ? മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഒരുപാട് താരങ്ങൾ ഒന്നിക്കുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രത്തിലെ ഒരു പുതിയ മുഖം ആണ് നീതു. ആങ്കറാണ്, ഡാൻസറാണ്, വേറെ സൈക്കോളജിസ്റ്റ് ആണ്. അഭിനയത്തിലേക്ക് എത്തിയപ്പോൾ എന്താണ് തോന്നുന്നത്? എനിക്ക് ഇതന്നെയായിരുന്നു എപ്പോഴും ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആങ്കറിങ് ചെയ്തതെല്ലാം ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം നമുക്ക് ബിഗിനർ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് കയറി സംസാരിക്കാൻ കുറച്ച് മടിയുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ഈ അങ്ങോട്ട് മെസ്സേജ് അയക്കുക എന്നുള്ള പരിപാടി ഭയങ്കര പാടാണ് നമുക്ക് ഡയറക്ടേഴ്സിനൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന മാർഗം എന്ന് പറയുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം, അതെനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അതിൽ നിന്നാണ് ഞാൻ ആങ്കറിങ്ങിലേക്ക് വരുന്നത്. അതിലെ വീഡിയോസ് വഴിയാണ് ആങ്കറിങ്ങിലേക്ക് വരുന്നത്. അതിൽ ഓഡിയൻസാണ് ഈ കുട്ടി വന്നാൽ രസമുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രൊഫൈൽ കുറച്ചും കൂടെ സിനിമാക്കാരിലേക്ക് എത്തുന്നത് ഓഡിയൻസിൻ്റെ കമൻസ് വഴിയാണ്. അങ്ങനെ അവർ സാറ് പ്രൊഫൈൽ കണ്ടു, ഓഡീഷന് വിളിച്ചു, സാറാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ബാക്കിയെല്ലാം ചെയ്തത് ഇതിലേക്ക് എത്താനാണ്. ഓക്കെ, ഇപ്പം വിഷ്ണു അഗസ്ത്യയുടെ കാര്യം എടുത്താൽ കൃഷാന്തി യൂണിവേഴ്സിൽ ഇങ്ങനെ പല വ്യത്യസ്ത ഭാവങ്ങളിലുള്ള കഥാപാത്രങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സംഘർഷഘടനയിലെ കുഞ്ഞനന്ദൻ, അല്ലെങ്കിൽ 4 സംഘത്തിലെ പേയിലക്കുഞ്ഞ്, അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള റോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിലെ ഒരു കഥാപാത്രം എങ്ങനെ ഉള്ളതാണ്? ഇതിൽ ഒരു അരവിന്ദൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഒരു എന്താ പറയുക, ഒരു ചാനൽ റൺ ചെയ്യുന്ന ഒരു സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും മാധ്യമ പ്രവർത്തകരെ കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നോ? അവരുടെ ഒരു സ്റ്റൈല് പിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ കൂടുതൽ ചൂസ് ചെയ്തിട്ടൊന്നുമില്ല. അതല്ലാതെ നമ്മളിപ്പോൾ അത് ചെയ്യുമ്പോൾ റാൻഡംലി കുറേ ആൾക്കാരെ ഇങ്ങനെ നോക്കുമല്ലോ. ഓക്കെ, അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. നോക്കിയതൊക്കെ തന്നെ വന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ചേച്ചിയുടെ ഒരു കഥാപാത്രം എങ്ങനെയാണ് ഈ സിനിമയിൽ? ഇത് ഞാനൊരു നല്ലൊരു കഥാപാത്രമാണ് ഞാനിതിൽ ചെയ്യുന്നത്. അന്നമ്മ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഓപ്പോസിറ്റ് മേനോൻ സാറാണ്. 2 മക്കള്, നിവിൻ, നിഷാന്ത് സാഗർ. നല്ല
ചില സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഡയലോഗ് ഇല്ലെങ്കിലും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ചില എമോഷൻ സീൻസൊക്കെ ഉണ്ട്. നന്നായി ചെയ്തിട്ടുണ്ട്, ചെയ്യിപ്പിച്ചിട്ടുണ്ട് സാറ്. സാറിനത് പറ്റിയില്ലെങ്കിൽ അത് വന്ന് നമ്മളോട് പറയും, ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയും. അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടെന്ന്. ഈ ബി ഉണ്ണികൃഷ്ണൻ പടങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളെല്ലാം വരുന്നത്. അദ്ദേഹം ഡീൽ ചെയ്യുന്ന ഒരു വിധം എങ്ങനെയാണ്? ക്യാരക്ടർ ആക്ടേഴ്സിനെ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ അങ്ങനെ? നല്ല കമ്മ്യൂണിക്കേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലാരിറ്റി തരും, എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ നല്ല ക്ലാരിറ്റി തരും. എനിക്കറിഞ്ഞൂടെ ഇപ്പോൾ ഒരു സാഹചര്യത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെയും കൂടി ചെയ്താലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കവാറും നമ്മൾ ആലോചിച്ചിട്ടേ പറയുള്ളൂ. അപ്പോൾ അതെടുക്കാനും ഉള്ളൊരു ഇതുണ്ട്. പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യും നന്നായിട്ടുണ്ടെങ്കിൽ. സീൻ തുടങ്ങുന്നതിന് മുന്നേ വന്ന് അത് പറയും, സീക്വൻസ് പറയും. അങ്ങനെ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ടാവില്ല, നന്നായിട്ടുണ്ടെങ്കിൽ വന്ന് ചില ദിവസം കിട്ടും. ഇതിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന നടൻ്റെ ഇപ്പം നമ്മൾ സിനിമ കാണുമ്പം അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ്സ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സിനിമയുടെ മുഴുവൻ സാധനങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ, സിനിമ എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള പടങ്ങളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പം ആ വ്യക്തിയുടെ ഒപ്പമുള്ള ഒരു അനുഭവം, കൂടെ അഭിനയിച്ചപ്പോൾ ഉള്ള ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കില്ല. എനിക്ക് ഈ സിനിമ സാർ പറയുമ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ ഹൈകളിലൊന്ന് സാറിനോട് ഒപ്പം കുറച്ച് സമയം, മുഖ്യമന്ത്രിയാണ്, മാധ്യമപ്രവർത്തനമാണ്. അപ്പോൾ 1 to 1 ആയിട്ട് എനിക്കൊന്ന് 2-3 ദിവസത്തെ ഷൂട്ടിൽ സാറിനോടൊപ്പം പെർഫോം ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ അതല്ലാത്ത സമയങ്ങളിൽ നമ്മൾ നേരത്തെ സാർ എടുത്ത സിനിമകളും അന്നത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, അതൊക്കെ ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള, എനിക്കൊന്ന് പുതിയ ആൾക്കാരോട് ഭയങ്കര രസമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് സാറ്. അപ്പോൾ സാറിനോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് നിവിനുമായിട്ടും 1-2 ദിവസം ആക്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതാണ് എനിക്ക് ആസ് എൻ ആക്ടർ ഇതിൻ്റെ ടേക്ക് അവേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ കോമ്പിനേഷൻ സീൻസ് വരും അദ്ദേഹമായിട്ട്. അതെ അതെ. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ സാറിൻ്റെ കൂടെ നേരത്തെ ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ട്. സാറ് ഡയറക്റ്റ് ചെയ്തപ്പോൾ ആരാൻ്റെ മുല്ല കൊച്ചുമുല്ല, അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറതിൽ ഡയറക്ടറാണ്. അപ്പോഴും നല്ല വളരെ നല്ല ബിഹേവിയറൊക്കെയാണ്, നന്നായിട്ട് സംസാരിച്ചിട്ട്. ഇപ്പോൾ കുറേ വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സാറിനെ ഞാൻ കാണുന്നതും ഇതിൽ വർക്ക് ചെയ്യണതും. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറയും, നല്ല ജോളിയാണ് ആള്. എല്ലാവരോടും നന്നായിട്ട് വർത്തമാനം പറയുന്നുണ്ട്. എല്ലാവരും പഴയ ആൾക്കാരെ കുറിച്ചൊക്കെ, ഞാൻ ചെന്നൈയിലായത് കാരണം കൊണ്ടിട്ട് ഓരോരോ ഇൻസിഡൻസ് ഒക്കെ പറയും. അതൊക്കെ കുറേ പല ഓർമ്മകളും സാർ അത് ഞങ്ങളോട് പറയാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ സീനിലൊക്കെ ഞാനും സാറുമായിട്ടുള്ള കുറച്ച് എമോഷണൽ സീൻസൊക്കെ ഉണ്ട്. അതിലൊക്കെ വളരെ നല്ല ഒരു അഭിനയമാണ് സാറ്. അത് സാറ് ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് ആ ഒരു സാറിൻ്റെ കൂടെ ചെയ്യാൻ ഒരു ഇത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് സാറിൻ്റെ. ഈ പറഞ്ഞ പോലെ ബലേന്ദ്ര മേനോൻ സാറിനെ പറഞ്ഞ പോലെ ഹരിശ്രീ അശോകൻ, മണിയമ്പിള്ള രാജു, ഇങ്ങനെ കുറേ സീനിയർ ആക്ടേഴ്സ് ഉണ്ട് ഇതിൽ. ഇവർക്കൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പെർഫോമൻസ് കൂടെ ഒന്ന് ലിഫ്റ്റ് ആവുന്ന പോലെ തോന്നില്ലേ? അവർ പറയുന്ന, അവർ സിനിമയെ കാണുന്ന വിധം, അവരവരുടെ ക്യാരക്ടേഴ്സിന് വേണ്ടി കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ, അത് കാണുമ്പം എന്താണ് ഒരു ഫീൽ വരിക ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ? തീർച്ചയായും. ഇപ്പോൾ ഈ ഒരു സിനിമയല്ല, നമ്മൾ പൊതുവായിട്ട് സീനിയേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ അവരുടെ ഡിസിപ്ലിനിലാണ്. എന്ന് വെച്ചാൽ ഇവർ ബേസിക്കലി ഈ ഡിസിപ്ലിനിലാണ് ഈ സംഭവം ഇത്രയും വരെ ഇവർ സീനിയർ എന്ന് വിളിക്കുന്ന ഒരു ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഡയലോഗ് പഠിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഡയലോഗ് പറയുന്നതാണെങ്കിലും ഈ പല കാര്യങ്ങളും നമുക്ക് അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കും. എന്താ പറയുക, എനിക്ക് ഉള്ളതിൽ എനിക്ക് തോന്നുന്നു അശോകൻ ചേട്ടനായിട്ടായിരുന്നു കുറച്ചും കൂടി ഒരു സീനോ 2 സീനോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സീൻസൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ അശോകൻ ചേട്ടൻ അത് ചെയ്യുന്നത് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ട്രെയിലറിലാണ് ഓക്കെ പുള്ളി ആ ക്യാരക്ടറിനെ ഒരു മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. മാത്രമല്ല ഈ പുതിയ എനിക്കൊന്ന് യുവതാരങ്ങൾക്ക് ഇപ്പോഴും ഇവരാണ് ഏറ്റവും വെല്ലുവിളി ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കേരള ക്രൈം ഫയൽസിലാണ് അയ്യപ്പൻ എന്ന് പറയുന്നൊരു കഥാപാത്രം. ഇവരവരുടെ ഏറ്റവും മനോഹരമായ പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര നമുക്കും ഹൈ തരുന്ന, സിനിമ കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ തന്നെ നമുക്ക് ഹൈ തരുന്നൊരു സാധനമാണ്. അതിനൊപ്പം നിങ്ങൾ നിൽക്കുന്നു,
അതെ ആ ഒരു സ്പേസ് ഉണ്ടായി വരുന്നുണ്ടല്ലേ? തീർച്ചയായും. അവര് ചിലപ്പോ നമ്മളെല്ലാം നമ്മളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതും കൂടി അവരുടെ മൈൻഡിലുണ്ട്. അവർ ആക്ച്വലി നമ്മുടെ സിനിമ കണ്ടിട്ട് രാജുചേട്ടനാണെങ്കിൽ സംസാരിക്കും, നമ്മുടെ സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര കാര്യമാണ്. ഇപ്പൊ അശോകൻ ചേട്ടനാണെങ്കിൽ അപ്പൊ അത് അവരത്രയും അപ്ഡേറ്റഡ് ആണ്, അല്ലെങ്കിൽ അവരത്രയും സിനിമേനെ നോക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ അത്ര അച്ചടക്കത്തിൽ ഈ ഒരു ലെവലിലേക്ക് വരുന്നത്. നിങ്ങൾക്കൊപ്പം വന്ന സംവിധായകരെ അവർ പിന്നെ ചൂസ് ചെയ്യുന്നുണ്ട് അവരുടെ പടത്തിന്റെ ഭാഗമാകാൻ വേണ്ടി. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അശോകൻ സാറൊക്കെ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ 1001 ഇറങ്ങുന്ന സമയത്ത് IFFK വന്ന് അന്ന് വരുന്ന സിനിമകളിൽ ആ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ആദ്യമായിട്ട് പുറത്തിറങ്ങിയിട്ട് ഇതൊരു നല്ല സിനിമയാണെന്ന് പറയുന്നത് അശോകൻ സാറാണ് ഫസ്റ്റ്. അപ്പോൾ അതുപോലെ പുതിയതായിട്ട് വരുന്ന എല്ലാ വർക്കുകളും അവർ കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ അവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊപ്പം നമ്മൾ അഭിനയിക്കുന്ന സമയത്തും എന്താ പറയുന്നത്, അവരുടെ ഷാർപ്നെസ് മാത്രമല്ല, അവരിപ്പോൾ കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്പേസും അവർ അപ്ഡേറ്റഡ് ആണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ വരിക. ഇപ്പോൾ ട്രെയിലർ വന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇപ്പം ജനസമ്പർക്ക പരിപാടി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് വളയൽ പോലുള്ള കാര്യങ്ങളുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ കുറേ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സിനിമ വന്നു കഴിയുമ്പം അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കാലത്ത് നിങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് പെട്ടെന്ന് ഒരു താരതമ്യം ഉണ്ടാകും എന്നുള്ളൊരു തോന്നലുണ്ടാവും സ്ക്രിപ്റ്റ് വായിച്ചപ്പം? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ കഥാപാത്രത്തിൻ്റെ കാര്യത്തിൽ ഞാനത് സാറിനോട് ചോദിച്ചിട്ടുണ്ട്, ഇതാരായിട്ട് വരും എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഊഹം വെച്ചേ പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ പക്ഷേ ചില കുറച്ച് കഥാപാത്രങ്ങൾ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് പിക്ക് ചെയ്യുന്നുണ്ട്, ഇന്ന ആളുകളാണ്. അതെ 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 അതെ. കനകൂലുവാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. കനകൂല് ഒന്നും സജീവമല്ലല്ലോ. അപ്പോൾ കനകൂല് കഴിഞ്ഞ 5 വർഷമായിട്ടല്ലേ ആയിട്ടുള്ളൂ. കനകൂല് അപ്പം ഈ PR രാഷ്ട്രീയമാണ് സിനിമ സംസാരിക്കുക എന്നുള്ള രീതിയിൽ, കാരണം പേര് പ്രതിച്ഛായ ആണല്ലോ. അപ്പം PR രാഷ്ട്രീയമാണ് സിനിമ സംസാരിക്കുക എന്നുള്ള ഒരു കാര്യമൊക്കെ കേൾക്കുന്നു. ബേസിക് ഈ സിനിമയുടെ പ്രമിസ് എന്തായിരിക്കും? ഈ ഒരു 5 കൊല്ലത്തെ ഒരു ഭരണം, അതുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ അതായിരിക്കുമോ, അതോ കുറച്ചുകൂടെ ഒരു ഡ്രാമയുടെ എലമെന്റ്സ് കൂടിയ? ഇപ്പം ഇതിനു മുമ്പ് ജസ്റ്റ് പറഞ്ഞോളൂ എന്ന് വെച്ചാൽ ഈ പ്രതിച്ഛായ ഇമേജ് ആണല്ലോ. ഇമേജിന് ഈ കോട്ടം തട്ടുക അല്ലെങ്കിൽ ഇമേജ് നന്നാവുക എന്നൊക്കെ പറയുന്നത് സംഭവിക്കുമ്പോൾ ഇതിന്റെ ഒരു പുറകിലൊരു എല്ലാ വ്യക്തികളുടെ ഒരു കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത്തരത്തിൽ ഫാമിലീസിൽ നടക്കുന്ന അതിൻ്റെ ഇതിൽ വരുന്ന പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം അതും സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അതൊരു ഫുൾ മുഴുവനായിട്ടൊരു ഒരു പൊളിറ്റിക്കൽ സിനിമയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു എന്താ പറയുക, ഫാമിലി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്ന സിനിമ, എല്ലാം മിക്സ്ഡ് ആണ്. അത് ആ സിറ്റുവേഷൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ആ ഏരിയ എല്ലാം കുറച്ചും കൂടി ഭയങ്കര രസമായിട്ട് നിൽക്കുന്നുണ്ട് സിനിമയുടെ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ട്രെയിലറിൻ്റെ അവസാന ഭാഗത്തായിട്ട് വരുമ്പം ഒരു വ്യക്തി, രാഷ്ട്രീയത്തിൽ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ മാത്രമല്ലോ, സിനിമയിലും ഒരു സാധനമല്ലേ, നമ്മുടെ ആ ഇമേജ് വളരെയധികം നമുക്ക് തന്നെ ചിലപ്പം പണിയാവുന്ന രീതിയിൽ വരാറുണ്ട്. എല്ലാത്തിനും പ്രതികരണം, നമ്മൾ കൊടുക്കുന്നൊരു പ്രതികരണം ആകട്ടെ, നമ്മുടെ ചെറിയൊരു ചെയ്തി ആകട്ടെ, ഇതൊക്കെ ഇതിനെ ബാധിക്കുന്ന തരത്തിലോട്ട് മാറാറുണ്ട്. അപ്പോൾ ഈ പുതിയ കാലത്ത് സിനിമയ്ക്കും സിനിമാ പ്രവർത്തകർക്കും വലിയൊരു പ്രശ്നമായിട്ട് വരുന്ന ഈ പ്രതിച്ഛായ, അതിലല്ലെങ്കിൽ അതിൻ്റെ കെണി പോലായെന്നല്ലേ? ആണല്ലേ? എനിക്ക് തോന്നുന്നത് സോഷ്യൽ എന്തെങ്കിലുമൊക്കെ പറ. അതെ, എനിക്ക് പറയാന്ന് പറഞ്ഞാൽ ഒരു 4-5 സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറയുന്ന പോലെ പ്രതിച്ഛായോ ഇമേജോ അങ്ങനൊന്നും ഇല്ല. അപ്പോൾ എനിക്കിത് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ഡെഫിനറ്റ്ലി ആക്ടേഴ്സ് എന്ന രീതിയിൽ ഇന്ന സിനിമകൾ ചെയ്തു വരുന്ന ആളുകൾ, ഇപ്പോൾ ഒരു ആക്ഷൻ സ്റ്റാർ അല്ലെ, ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരു ചേരുവ ആക്ടേഴ്സ് തന്നെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാറുള്ളത്. അത് എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ്. അതെ, പക്ഷെ പുള്ളി ഉദ്ദേശിച്ചത് ആണല്ലേ, പുള്ളി ഈ റിയൽ ലൈഫ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈ പൊളിറ്റിക്സിലുള്ളവരും സിനിമയിലുള്ളവരും എല്ലാം അവരുടെ ഈ ഇമേജിനെ കുറച്ചൊന്ന് നന്നായിട്ട് വെച്ച് പോകുക എന്ന് പറയുന്ന ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. ചിലവരത് മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് എന്താ പറയുക, അതൊരു സോഷ്യൽ സ്പേസിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. കുറച്ചും കൂടി നമ്മൾ പൊതുവായിട്ട് നല്ല കാര്യങ്ങൾ പറയുക,
നല്ല വാക്കുകൾ സംസാരിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം, നല്ല ചിന്തിക്കുക, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ പോസിറ്റീവായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യമായിട്ട് ഇത് ചെയ്താൽ മതി. പിന്നെ വള്ളികളിലൊന്നും ചെന്ന് പെടാതിരിക്കുക. വിഷ്ണു ഈ ടെംപ്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ചില ആളുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പം അത് പൊളിച്ചിട്ടുണ്ട്. ഇപ്പം ഷറഫിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാസ്യ നടൻ എന്നുള്ള ലേബിൾ പെട്ടെന്ന് വന്ന് വീഴാവുന്ന അഭിനയ ശൈലിയായിരുന്നു തുടക്കത്തിൽ. അത് പൊളിച്ചുകൊണ്ട് കുറച്ചും കൂടെ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യാം, അല്ലാതെ കുറച്ചുകൂടെ സ്വഭാവം നടന്നുള്ള രീതിയിലുള്ള ഇങ്ങനെ തരംതിരിവിൻ്റെ ആവശ്യമില്ല, എന്നാൽ കൂടി അത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നു. അത് മനഃപൂർവ്വമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് തന്നെ ആയിരുന്നോ? ഇങ്ങനെ ഒരു ടെംപ്ലേറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ ചെന്ന് പെടരുതെന്നുള്ള? അങ്ങനെ സിനിമയുടെ തുടക്കകാലം നമ്മൾ സിനിമയിൽ വരുന്നതിന് മുമ്പൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ അതൊക്കെയാണ്. പക്ഷെ ഞാൻ ഇപ്പം കൊമേഡിയനായി പിന്നെ കോമഡിയാണ് വേണ്ടത് എന്നുള്ളൊരു സംഭവത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ അങ്ങനെ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടും അത് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ ആയിരിക്കും. ഒരു പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ആ സമയത്ത് ഇപ്പോൾ ഞാൻ പറയണത് ഇപ്പോൾ വരത്തൻ ഇറങ്ങുന്ന ആ സമയത്ത് തന്നെ ഞാൻ അങ്ങനെ ഒരു മാറ്റം ശ്രമിച്ചു. വരത്തൻ വർക്കായി, വരത്തനിലെ ക്യാരക്ടർ വർക്കായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ലൈക്ക് എന്താ പറയാ, വെറുതെ തോട്ടിയിട്ട് എല്ലാ സ്ഥലത്തും അടി ഉണ്ടാക്കുന്ന, അവസാനം തല്ലിക്കൊല്ലാൻ വേണ്ടി വെച്ചേക്കുന്ന ആളെന്നുള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സ് വന്നു, കുറെ വില്ലൻ വന്നു. അപ്പൊ ഞാൻ വല്ലാതെ വർക്കായി. അപ്പൊ ഞാൻ അതൊന്ന് പരിപാടി നിർത്തി. പിന്നെ ആക്ച്വലി പിന്നെ വില്ലൻ ചെയ്ത ഇത് മാത്രമല്ലേ ഉള്ളൂ, 5-ാം പാതിര മാത്രമല്ലേ. അപ്പം പിന്നെ അതിന്ന് വില്ലൻ ഇതിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു. അത് നടന്നു കിട്ടുന്നുണ്ട്, അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് വീട്ടിൽ കരുക്കൾ നീക്കുന്നില്ല. ഇത് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു മേടിച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഒരു ഇവന്റിന് വന്നപ്പോൾ കണ്ടു. അപ്പം നിവിൻ്റെ പടമാണ് ചെയ്യണതെന്ന് അറിയാം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ വാർത്തകളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം ഞാനിതിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കാസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം തന്നെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം വിളിച്ചു, പിറ്റേ ദിവസം പോയി കഥ കേട്ടു. അപ്പം സാറ് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി അത് വർക്കാവും, എനിക്ക് ഇങ്ങനെ ഒരു സിനിമയിൽ ചെയ്യുക എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. ഞാൻ സംഘർഷഘടനയിലെ കുഞ്ഞനന്ദൻ്റെ വലിയൊരു ഫാനാണ്. താങ്ക് യു. ഈ ഒരു നായക റോളിൽ എപ്പോഴാണ് ഇനി വിഷ്ണു അഗസ്ത്യയെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും വിളിച്ചാൽ അല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഉണ്ടോ? ഇല്ല, എനിക്കിപ്പോൾ സോഫാർ അങ്ങനെ ഇതില്ല. ഞാൻ അതല്ലാതെ ഇപ്പം കരിയറിൽ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ, നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അങ്ങനെ ഈ ക്രാഫ്റ്റൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ കോൺസ്റ്റൻ്റ്ലി നല്ല ആൾക്കാരോട് വർക്ക് ചെയ്താൽ നമ്മളങ്ങ് നന്നായിക്കോളും എന്നുള്ളതാണ്. ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പടത്തിലെ കഥാപാത്രമാണ് ഓമന എന്ന് പറയുന്ന വിധേയനിലെ കഥാപാത്രമാണ് ഓർമ്മ വരിക. ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം ഈ ക്രൂവിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു അനുഭവം എങ്ങനെയാണ്? വളരെ സന്തോഷം. എനിക്ക് ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ എൻ്റെ ഭാഗ്യമാണ്. വെച്ചാൽ ഞാൻ കുറേ വർഷത്തിന് ശേഷം, നാളുകൾക്ക് ശേഷമാണെന്ന് പറയാം. എന്താ വെച്ചാൽ മോനേട്ടൻ വിളിച്ച് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിസാർ എന്നോട് സംസാരിച്ചു. വളരെ സന്തോഷമുണ്ടായി. ഇത്ര ഒരു വലിയൊരു ക്യാരക്ടറിൽ എന്നെ ഫിക്സ് ചെയ്തെന്ന് വളരെ സന്തോഷമുണ്ടായി. രണ്ടാമത് ഞാനിപ്പോൾ ഇപ്പോഴത്തെ തലമുറകളുടെ കൂടെ വർക്ക് ചെയ്തതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരുടെ പുതിയ പുതിയ കഥാപാത്രങ്ങളാണ് അവരൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോൾ എത്രയോ ഇമ്പ്രൂവ്മെൻറ്റ്, പണ്ടത്തേനേക്കാളും വളരെ ഇപ്പോൾ ഉള്ള ആൾക്കാർ വളരെ വളരെ നന്നായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരെയൊക്കെ ഞാൻ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. ഇപ്പം നിതുൻ്റെ കാര്യം എടുത്താൽ നിവിൻപോളിയുടെ നായികമാരെല്ലാം വളരെ ട്രെൻഡിങ് ആയി മാറുകയും പിന്നീട് വളരെയധികം അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ എന്താണ് ഭാവിയിലെ പ്രതീക്ഷകൾ? എന്തെങ്കിലും? എനിക്ക് ആ ഫാക്ടർ കൊണ്ടുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ്. ബാക്കി എനിക്ക് സിനിമ ഇറങ്ങിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ആ ട്രാക്ക് എടുത്തായിരുന്നു, ഓക്കെ, ഹിറ്റ്. പക്ഷെ എനിക്ക് പൊതുവേ ഉള്ള നിവിൻ ചേട്ടന്റെ നായികന്മാരുടെ ഒരു ക്യാരക്ടർ ട്രേറ്റ്സ് അല്ല എനിക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രത്തിനുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കുറച്ചും കൂടി ഒരു സീരിയസ് ബോൾഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവരുടെ പാർട്ട്ണർഷിപ്പിലുള്ളത്. അപ്പോൾ കുറച്ച് നമ്മൾ കാണുന്ന ഫെയറി സാധനമല്ല. അപ്പോൾ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രേക്ഷകർ എങ്ങനെയാണ് എടുക്കാന്ന് അറിയില്ല. അപ്പം കഴിഞ്ഞ വർഷം നിവിൻ പോളിയുടെ കൂടെ കുറേ വർഷങ്ങൾക്ക് ശേഷം അജു വർഗീസ് അഭിനയിച്ചു. സർവമായ വലിയൊരു ഹിറ്റായിട്ട് മാറി. ഈ വർഷം 10 വർഷം കണ്ടായെന്ന് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിലെ ഇടവേളയ്ക്ക് ശേഷം
ഷറഫു പിന്നെയും നിവിൻ്റെ ഒപ്പം എത്തുന്നു. പറയുന്ന കേട്ടതൊക്കെ വെച്ചിട്ടാണെങ്കിൽ നേർക്കുനേർ വരുന്നു എന്ന് ഊഹിക്കാം. എന്തായിരുന്നു നിവിനൊപ്പം വീണ്ടും അഭിനയിക്കുമ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും കരിയർ ഏറെക്കുറെ ഒരുമിച്ച് ആരംഭിക്കുന്നു, പല മാറ്റങ്ങളുണ്ടാവുന്നു. ഒരുമിച്ച് പിന്നെ അഭിനയിച്ചപ്പോൾ ഒന്ന് തോന്നിയപ്പോൾ എന്തായിരുന്നു 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം? ഞങ്ങൾ ഒരുപാട് മസിൽ പിടിച്ചാണ് ഈ സിനിമയുടെ സീരിയസ്നെസ്സിനോട് നീതി പുലർത്തിയത്. നിങ്ങളുടെ കോമ്പിനേഷൻ സാധാരണ വരുമ്പോ ഒക്കെ ഒരു ഫണ്ണി അതെ അതെ. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല, അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ ഞാൻ ശരി അപ്പോ പക്ഷേ എന്താ പറയാ, അങ്ങനെയും ഞങ്ങള് കോമ്പിനേഷനിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയും ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നതും ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമുള്ളൂ. ഇപ്പോൾ ഞാൻ ഇവൻ്റെ കൂടെ അല്ലെങ്കിൽ എനിക്കൊന്ന് നേരം, പ്രേമം, പിന്നെ ഓം ശാന്തി ഓശാന, പിന്നെ ഞണ്ടുകൾ എല്ലാം വർക്കാണ്. ഇതും വർക്കാവട്ടെ. അല്ല, ഈ കരിയറിലെ അപ്പ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിക്കുകയും അതിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ അങ്ങനെ ഒരു ഇപ്പം ആരെങ്കിലും ഡൗൺ ആണെന്നോ അപ്പാണെന്നോ അല്ല അങ്ങനത്തെ ഒരു ചർച്ചയിലേക്കൊന്നും ആരും പോവാറൊന്നുമില്ല. അങ്ങനെ ഒരു അല്ലാതെ ഞങ്ങൾ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് മറ്റുള്ളവരുടെ വിശേഷം പറ്റിയാൽ സിജു വിൽസന്റെ 4 കുറ്റം എന്നൊക്കെ പറയുന്നത് അതെ അത്രയൊക്കെ ഉള്ളൂ. വെറുതെ പറഞ്ഞാട്ടോ. ഈ ബി ഉണ്ണികൃഷ്ണൻ സെറ്റിലും അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നോ? അത് ഭയങ്കര സീരിയസ് ആയിരുന്നോ? ഞങ്ങൾ കുറച്ച് സീരിയസ് പരിപാടിയാണ്. ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അല്ലാതെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുള്ളൂ. അത് മൊത്തത്തിൽ അവിടെ ഒരു സീരിയസ് സ്പേസ് ആണ്. അപ്പൊ നമ്മളായിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് അവിടെ അങ്ങനെ പൊട്ടിച്ചിരികളൊക്കെ ഉള്ള ഒരു സ്പേസ് ആക്കി മാറ്റാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ഇത് പിടിച്ച് ആവാഹിച്ചിരിക്കുള്ളൂ. അല്ല, അങ്ങനെ ഒരു ഉണ്ണിസാർ തമാശയൊക്കെ പറയേണ്ട സമയത്ത് ആ ഒരു ജോളി ടൈപ്പാണ്, വലിയ സീരിയസ് ഇടുന്നില്ല. അല്ല, സിനിമയുടെ സീരിയസ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഭയങ്കര ശബ്ദമല്ലിന്നാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ. എന്നാലും ഓക്കെയാണ്, ഞങ്ങള് കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു നിവിൻ ആ ക്യാരക്ടർ പഠിച്ചിരിക്കുന്നതും കുറച്ച് സീരിയസ് ആണ്, എനിക്കും സീരിയസ് കഥാപാത്രമാണ്. നമുക്കൊരു ചെറിയൊരു ഇത് ഉണ്ടാവണം, അതിനോടുള്ളൊരു ആ മൂഡ് അങ്ങനെ സെറ്റ് ചെയ്ത് നിന്നാൽ മാത്രമാണ് അത് കറക്റ്റ് ആവുള്ളൂ. അതാണ് സത്യം. ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് പൊളിറ്റിക്കൽ ത്രില്ലേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനൊക്കെ രാഷ്ട്രീയം പറയുന്നത് ഒരു വിധത്തിൽ വളരെ വികലമായിട്ടായിരിക്കും പറയുക, അല്ലെങ്കിൽ അത്ര അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. ഒരു നായകൻ, അതിനെതിരെ നിൽക്കുന്ന ഒരാൾ, അങ്ങനെ രീതിയിൽ അത് പോവാറാണ് സാധാരണ പതിവ്. ഇതിൽ നിന്നൊക്കെ പ്രതിച്ഛായ എങ്ങനെയാവും വ്യത്യസ്തപ്പെടുക? രാഷ്ട്രീയം പറയുമ്പോൾ വികലമായിട്ടിരിക്കുക എന്ന് പറയുന്നതിന്റെ കാരണം ഇത് തന്നെ 3ഉം 4ഉം ഉണ്ടല്ലോ. അപ്പോൾ ഒരു കൂട്ടരുടെ ഇഷ്ടം വേറൊരു കൂട്ടരുടെ ഇഷ്ടമാവില്ല എന്നൊക്കെ ഉള്ളൊരു റിയാലിറ്റി ഇതിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അത് മാറ്റപ്പെടുന്നതായിരിക്കുമല്ലോ. ചിലപ്പോൾ സത്യം പറയുന്ന സത്യമല്ലാതാക്കുന്ന അതെല്ലാം അതിന്റെ ഭാഗമാണ്. അതൊക്കെ തന്നെയാണ് സിനിമയും ചർച്ച ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിനിമ കണ്ടിട്ടും കുറെ കാലമായി. നമ്മളിപ്പോ ലൂസിഫർ ഒക്കെ കണ്ട ഒരു ഇത്, പക്ഷെ ലൂസിഫറിലെ കഥാപാത്രങ്ങളും ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് ക്യാരക്ടേഴ്സിന് നമുക്ക് പരിചയമുള്ള പോലെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. എന്തായാലും പ്രതിച്ഛായക്ക് എല്ലാവിധ ആശംസകളും. താങ്ക്സ്. താങ്ക് യു.